വസുമതി എന്ന കഥയുടെ ഒന്നാം ഭാഗം. ടു കെ വാസുദേവൻ, താലൂക്ക് ഓഫീസർ, കൊട്ടാരക്കര. വാസു കൊച്ചേട്ട, എനിക്ക് ഈ ദുഃഖത്തിൽ നിന്ന് കരകയറുവാൻ, എന്നെ സമാധാനപ്പെടുത്തുവാൻ എൻ്റെ കൊച്ചേട്ടൻ മാത്രമേ ഇനി എനിക്ക് ഈ ലോകത്തിലുള്ളൂ. അവരെ ഒന്ന് ഗുണദോഷിക്കുവാൻ കാരണവന്മാർക്ക് പോലും ധൈര്യമില്ല. ഇന്ന് കിഴക്കേത്ത് തറവാട്ടിൻ്റെ അഭിമാന പ്രശ്നമാണല്ലോ ഇത്. വല്യമ്മാവൻ്റെ ദുരവസ്ഥയെ അവർ മുതലെടുക്കുകയാണ്. ഞാൻ ഏകയാണ്. എൻ്റെ ദുഃഖങ്ങൾ പരാശക്തിയുടെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ച് ദിവസങ്ങൾ എണ്ണി നീക്കുന്നു. പിതൃക്കളും പരദേവതമാരും എല്ലാത്തിനും സാക്ഷിയാകട്ടെ. ഞാൻ ഓഗസ്റ്റ് 15 തന്നെ പോയി എൻ്റെ മൂത്ത സഹോദരനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാം മൂളിക്കേട്ടു കേളുവണ്ണൻ. പക്ഷേ അവർ തിരിച്ചു വന്നപ്പോൾ കേളുവണ്ണൻ തന്നെ അതിൻ്റെ 10 ഇരട്ടിയായി പറഞ്ഞു കേൾപ്പിച്ചു. കൃഷ്ണേട്ടനും അവരും 1 മാസം കഴിഞ്ഞാണ് തിരികെ വന്നത്. അവരെ പിരിഞ്ഞ് കൃഷ്ണേട്ടന് ഒരു നിമിഷം കഴിയാൻ വയ്യാത്ത സാഹചര്യമായി വന്നിരിക്കുകയാണ്. വരും വഴി ഏറ്റുമാനൂർ ആ വഷളൻ്റെ അടുത്ത് ഒരാഴ്ച തങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നോട് വെറുപ്പാണ്, എന്നാലും ഞാൻ സ്നേഹത്തോടെ ഇടപെടുന്നു. പ്രായമായ കുഞ്ഞുങ്ങളെ ഓർത്ത് എല്ലാം ഉള്ളിലൊതുക്കി കഴിയുകയാണ് ഞാൻ ഒരിക്കൽ അതിനെപ്പറ്റി സംസാരിച്ചു. അവർ ഇവിടെ വന്നാൽ ഞാൻ കയറ്റുകയില്ല, മിണ്ടുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്കിഷ്ടമുള്ളവരെ കൊണ്ടുവരും, താമസിപ്പിക്കും, കൂടെ പോകും. നിന്നെ കൊണ്ട് ഇന്നിറങ്ങാൻ പറ്റുമോ? നീ ഇറങ്ങിപ്പോടി, ഇതെൻ്റെ വീടാണ്, എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും, കൃഷ്ണേട്ടൻ പറഞ്ഞു. നീയും നിൻ്റെ ആൾക്കാരും എല്ലാം പിഴച്ചവരാണെന്ന് പറഞ്ഞു. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും കുറ്റപ്പെടുത്തി. അതിനുശേഷം ഞാൻ ഒന്നും പറയാറില്ല. കൃഷ്ണേട്ടൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എൻ്റെയും കുഞ്ഞുങ്ങളുടെയും വിധി ഇതായിരിക്കുമെന്ന് കരുതുന്നു. തെറ്റു ചെയ്യുന്നവരെ ഈശ്വരൻ ശിക്ഷിക്കട്ടെ. മൂത്ത സഹോദരനും ഭാര്യയും കൂടി എന്നോട് ഈ പ്രവൃത്തി ചെയ്തല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. അവർ മിക്കവാറും കൃഷ്ണേട്ടൻ്റെ തറവാട്ടിൽ വരും. അവിടെയാണ് പിന്നെ താമസവും മറ്റെല്ലാം. ഭാര്യ എങ്ങനെ നടന്നെങ്കിലും പണം ഉണ്ടാക്കണം, കാര്യങ്ങൾ നടക്കണം, അത്രമാത്രം. സ്വന്തം സഹോദരിയും കുഞ്ഞുങ്ങളുമാണ് ഇതിന് ബലിയാടാവുന്നതെന്ന് എൻ്റെ സഹോദരൻ കരുതുന്നില്ല. അവർ നന്നാകട്ടെ, ഞങ്ങൾ നശിച്ചു കൊള്ളാം. കൃഷ്ണേട്ടൻ മിക്കപ്പോഴും ഏറ്റുമാനൂർ ആ വഷളൻ്റെ വീട്ടിലാണ്. അത് അവരുടെ ജ്യേഷ്ഠനുമാണല്ലോ. വീട്ടിൽ വരാറില്ല. അവരുടെ ലീലാവിലാസങ്ങൾ നാട്ടുകാർ പറഞ്ഞു പരത്തുകയാണ്. കേട്ടറിഞ്ഞവരാരും കൗൺസിലിങ്ങിന് വരാതായി. കൃഷ്ണേട്ടനും അവരും കൂടി യാത്രകളാണ് എന്നും, ക്ഷേത്രദർശനവും മറ്റും. ഇതിൻ്റെ അവസാനം എന്താണ്? ഒരു പിടിയും കിട്ടുന്നില്ല. പ്രായമായ മക്കളുണ്ടെന്ന് രണ്ടുപേരും വിചാരിക്കുന്നതേയില്ല. കൂടുതൽ സുഖം തേടിയുള്ള പോക്കിൽ രക്തബന്ധവും എല്ലാ ബന്ധവും മറക്കുകയാണവർ, വെറുക്കുകയാണവർ. അവർ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഈ പോക്ക് എങ്ങോട്ടാണെന്ന് അവർക്ക് പോലും തോന്നുന്നില്ലേ? അവരുടെ കയ്യിലെ കളിപ്പാവയാണ് ഇന്ന് കൃഷ്ണേട്ടൻ. എന്നോട് ചെയ്യുന്ന അനീതിക്ക് ഈശ്വരൻ എന്ന ശക്തി ഉണ്ടെങ്കിൽ പകരം ചോദിക്കും. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, തെറ്റു ചെയ്യുന്നവർ ശിക്ഷ അനുഭവിക്കും. ഞാനും കുഞ്ഞുങ്ങളും തീരാ ദുഃഖത്തിൽ കഴിയുന്നതിനിടയായിട്ടുണ്ട് ചേട്ടാ. എൻ്റെ മൂത്ത സഹോദരന് സുഖം അവർ സുഖിച്ചുകൊണ്ടിരിക്കട്ടെ. സകല വിവരത്തിനും സമാധാനത്തിനും എനിക്കൊരു കത്തയക്കുമല്ലോ എന്ന് ഏക സഹോദരി ഡോക്ടർ സത്യവതി. ഫ്രം ഡോക്ടർ സത്യവതി, MBBS MS ഗൈനക്കോളജിസ്റ്റ്, കോട്ടയം മെഡിക്കൽ കോളേജ്.